വെൽക്കം ബാക്ക് ടു ഗോഡ് മീ നൗ. സോ നമ്മളെ വീഡിയോയിൽ സോഷ്യൽ മീഡിയ റീൽസിൽ പറഞ്ഞ പോലെ സോ എവറി ഡേ വിൽ ബി കമ്മിങ് അപ്പ് വിത്ത് ന്യൂ ബിസിനസ് ഐഡിയാസ് ഓൺലൈൻ ഓർ ഓഫ്ലൈൻ. ആൻഡ് ഏതൊക്കെ ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാം, നമ്മളതായിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ടൂൾസ് യൂസ് ചെയ്യാം. സോ ഫ്രീലാൻസ് പ്രോപ്പർട്ടി മാനേജർ അത് ഇപ്പോൾ ഹൈ ഡിമാൻഡ് ആയിട്ട് നിൽക്കുന്ന വേറൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് എയർബിഎൻബി, Booking.com ഇതുപോലെ ഉള്ള പ്ലാറ്റ്ഫോമിൽ ഷോർട്ട് ടേം സ്റ്റേസിലായിട്ട് ബുക്ക് ചെയ്തിരിക്കുന്ന വീടുകള്, വില്ലകള്, ഫ്ലാറ്റുകള്, ഇങ്ങനത്തെ കാര്യങ്ങൾ ശരിക്കും അതിന്റെ ഹോസ്റ്റ് ചെയ്യുന്നത് അതിന്റെ ഓണറുമായിട്ട് ഓണറിനടുത്ത് അവർ റെന്റിന് വാങ്ങിക്കും. അതായത് സബ്ലെറ്റ് കോൺട്രാക്റ്റിൽ വാങ്ങിച്ചിട്ട് അവരിങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്തിട്ട് അവർ പൈസ ഉണ്ടാക്കി. ഇതാണ് പരിപാടി. പക്ഷെ അവിടെ അവർ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ എയർബിഎൻബിയിൽ കൂടുതൽ നെഗറ്റീവ് റിവ്യൂസ് വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സോ ഇത് നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൺ ദ ഗോ റിസൾട്ട് ഉണ്ടാവുന്നതിനനുസരിച്ച് ഫുൾ ടൈം ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഒരു പ്രോപ്പർട്ടി ലീഡ്സ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ്. ഇതിൽ നമ്മൾ എല്ലാ പ്ലാറ്റ്ഫോമിലും നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരേ ഒരു സിൻടാക്സ് ഉണ്ട്: ലീഡ് മാനേജ്മെന്റ്. അത് ലീഡ് എക്സ്ട്രാക്ഷൻ, ലീഡ് മേക്കിംഗ്, ലീഡ് ഔട്ട്റീച്ച്. അതായത് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് എയർബിഎൻബി ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടീസ്, അതുപോലെ Booking.com, ഗൂഗിളിലൊക്കെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റ്സ്, പ്രോപ്പർട്ടീസ്. ഇത് ടാർഗറ്റ് ചെയ്ത് അവരെ നമ്മൾ അപ്രോച്ച് ചെയ്യാണ്. സോ വി ആർ എ ഫ്രീലാൻസ് ടീം ആൻഡ് വി ഹാവ് ദാറ്റ് റിസോഴ്സ് ടു വർക്ക് ഔട്ട് ആൻഡ് മാനേജ് യുവർ പ്രോപ്പർട്ടി, like communicating with the clients, customers, and maintaining, reporting to the host if there is an issue with the property, and cleaning kind of thing. So once നമ്മൾ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഓൺ ദ ഗോ നമ്മൾ വളരുന്നതനുസരിച്ച് നിങ്ങൾ സ്റ്റാഫിനെ വെക്കാം, ഇതേപോലെ കാര്യങ്ങൾ. സോ നമ്മൾ ആ പ്രോപ്പർട്ടിന്റെ ഹോസ്റ്റുമായിട്ട് ഒരു മന്ത്ലി പേയ്മെന്റ്, അല്ലെങ്കിൽ ഒരു ആ പ്രോപ്പർട്ടിന്റെ വാല്യൂ അനുസരിച്ചുള്ള ഒരു പെർസെൻറ്റേജ് വൈസ് ആയിട്ടുള്ള ഇൻകം, ഇതൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുക. ഇതിനൊക്കെ നമുക്ക് വേണ്ടത് ആദ്യം അവരെ കോൺടാക്ട് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു പിന്നെ റാൻഡം ആയിട്ട് ഗൂഗിൾ മാപ്പിന്റെ നമ്പർ എടുത്ത് വിളിച്ച് അത് ഇവിടെ എഴുതി വെച്ച്, അപ്പൊ അതിന് പകരം നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ ദാറ്റ്സ് ടു ഗുഡ്, അല്ലെ? സോ അതുപോലത്തെ ഒരു പരിപാടിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സോ ഇത് ഇവിടെ കണ്ടില്ലേ, എക്സ്ട്രാക്ട് ഉണ്ട്, ആഡ് എയർബിഎൻബി ഉണ്ട്, ആഡ് ലീഡ് ഉണ്ട്, ഇമ്പോർട്ട് CSV ഉണ്ട്. എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാക്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഹോം സ്റ്റേസ് ഇൻ ദുബായ്. ഓക്കെ, സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ലിസ്റ്റ് വിത്ത് കോൺടാക്ട് ഡീറ്റെയിൽസ്. കേട്ടോ, ഇത് നമുക്ക് സേവ് ലീഡ്സിലേക്ക് കൊടുക്കാം. ഓക്കെ, അത് ഒന്നുകൂടെ സെർച്ച് ചെയ്യാം. സംടൈം ഇറ്റ് വിൽ നോട്ട് ലിസ്റ്റ്. സോ അത് എന്തുകൊണ്ടാണ് ലിസ്റ്റ് ചെയ്യുന്നത്? നമ്മളിവിടെ എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് ഹോട്ടൽസ് ഒന്നും നമുക്ക് ഒരു ഫ്രീലാൻസർ ആയിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്തിട്ട് കാര്യമില്ല, കാരണം ഓൾറെഡി അവർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ടീമുണ്ട്. ഓക്കെ, സോ ഇതുപോലെയാണ് നമുക്ക് ലീഡ്സ് കിട്ടുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ സ്റ്റേക്കേഷൻസ് ഇൻ ദുബായ്. ഓക്കെ, ഇതൊന്ന് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ ആഡ് ചെയ്യാം നമുക്ക്. അല്ലെങ്കിൽ എയർബിഎൻബി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ലിസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഇവിടെ ലീഡായിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, എയർബിഎൻബി പോവുകയാണെങ്കിൽ നമുക്ക് കാണാം ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് ഇവിടെ. ഹോംസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇത് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിന്റെ ലിങ്ക് എടുക്കുന്നു, വി ആഡ് ടു ദ ലീഡ്. അപ്പോൾ ആ ലിങ്ക് കൊടുക്കുമ്പോൾ തന്നെ അതിന്റെ സാധനം ഫെച്ച് ആവും, ഇവിടെ കാര്യങ്ങളൊക്കെ വരും. മെസ്സേജ് ഹോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ വരും. ഈ ഹോസ്റ്റിനെ മെസ്സേജ് ചെയ്യാനുള്ള കോണ്ടന്റ് ഇവിടെ വരും. ജസ്റ്റ് കോപ്പി ചെയ്യുക, ക്രിയേറ്റ് എയർബിഎൻബി ലീഡ് കൊടുക്കുക. ലീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലീഡ്സിൽ ഇവിടെ ഇത് വരും. കണ്ടോ, ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മെസ്സേജ് ഹോസ്റ്റ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ പ്രോപ്പർട്ടിയിലേക്ക് പോകും. ആ പ്രോപ്പർട്ടി ആ പ്രോപ്പർട്ടിയിൽ പിന്നെ ഹോസ്റ്റ് മെസ്സേജ് അയക്കാനുള്ള ഇവിടേക്ക് പോകും. അത് ഇവിടെ നമ്മളിപ്പോൾ കോപ്പി ചെയ്തിരിക്കുന്ന മെസ്സേജ് ഇവിടെ പേസ്റ്റ് ചെയ്യുക, മെസ്സേജ് ചെയ്യുക, സെൻഡ് ചെയ്യുക.
ആദ്യം നിങ്ങൾ എയർബിഎൻബിയിൽ അക്കൗണ്ട് ഉണ്ടാക്കണം. എയർബിഎൻബിയിൽ ആക്ച്വലി ഈ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നത് അവരെ പോളിസി അല്ല, പക്ഷെ നമ്മൾ വേറെ രീതിയിൽ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വയലേറ്റ് ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. സോ അത് നമ്മൾ മേക്ക് ഷുവർ ചെയ്തിട്ടാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് മാനുവലി ലീഡ്സ് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇമ്പോർട്ട് CSV, ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. അതായത് നമ്മളിപ്പം ഗൂഗിൾ മാപ്സിൽ വരുവാണെങ്കിൽ വരുന്നു, നമ്മൾ പിന്നെ വെക്കേഷൻ ഹോംസ് ലണ്ടൻ ഇത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇതിനൊരു എക്സ്റ്റേണൽ ക്രോം എക്സ്റ്റൻഷൻ ടൂൾ യൂസ് ചെയ്യണം. നമ്മൾ ഇവിടെ ഒരു സ്ക്രാപ്പിംഗ് ടൂൾ ഉണ്ട്, വെബ് സ്ക്രാപ്പിംഗ് ടൂൾ. ഇത് കൊടുക്കുവാണെങ്കിൽ കണ്ടോ, നമുക്ക് ഇതുപോലെ അതിൽ ഈ പേജിലുള്ള ഡേറ്റ് മൊത്തം നമുക്ക് ലോഡ് ആവും. ഇവിടെ നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്, സ്ക്രോൾ ഡൗൺ ടു ലോഡ് മോർ ഐറ്റംസ്. അത് കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഗൂഗിൾ മാപ്പിൽ താഴെയുള്ള ഡാറ്റ ലോഡ് ചെയ്തിട്ട് അത്രയും ഡാറ്റ നമുക്ക് കിട്ടും. ഓക്കെ, ഇത് നമ്മൾ കണ്ടോ, ഓൾമോസ്റ്റ് 60 ലീഡായി. പോരട്ടെ. ഓക്കെ, ഇത് നമ്മൾ ജസ്റ്റ് ഈ പേരുള്ള സ്ഥലത്ത് നെയിം എന്ന് കൊടുക്കുക. പിന്നെ ഒന്ന് സ്ക്രോൾ ഡൗൺ, ഇങ്ങോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക. എവിടെയാണോ ഫോൺ നമ്പേഴ്സ് ഉള്ളത് ഫോൺ നമ്പേഴ്സ് വന്നിട്ടില്ല. Okay, we'll try something else. We'll try something else. Cottages. Short stays, villas in Edinburgh. കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇത് വരും. സെയിം നമ്മൾ ഈ ടൂൾ യൂസ് ചെയ്യുക. ഇത് ലോഡ് ചെയ്തു ഡാറ്റ. ഇത് കണ്ടോ, വിത്ത് ഫോൺ നമ്പേഴ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫോൺ നമ്പേഴ്സ് എന്നുള്ള ഡാറ്റ എടുത്ത് വന്നിട്ട് ഫോൺ കൊടുക്കുക. ഇതിന്റെ പേരിന്റെ അടുത്ത് വന്നിട്ട് നെയിം കൊടുക്കുക. ഇവിടെ വന്നിട്ട് ഗൂഗിൾ മാപ്പ് ലിസ്റ്റിംഗ് കൊടുക്കുക. എന്നിട്ട് ഫോൺ കൊടുത്തു. ഇവിടെ നമ്മളിത് ഡൗൺലോഡ് ചെയ്യാം, CSV ഡൗൺലോഡ് ചെയ്യാം. സോ ഇത് ഇവിടത്തേക്ക് ഡൗൺലോഡ് ആവും. ഓക്കെ, എന്നിട്ട് നമ്മുടെ ടൂളിൽ വരിക, ഇമ്പോർട്ട് ലീഡ്സിനടുത്ത് ആ ടൂൾ എടുത്ത് കൊടുക്കുക. കൊടുക്കുമ്പോൾ ഇതുണ്ടോ, നമ്മുടെ നെയിമിൻ്റെ അടുത്ത് നെയിം വന്നു, ഫോണിൻ്റെ അടുത്ത് ഫോൺ വന്നു. ഈ കാര്യങ്ങളൊക്കെ കൂടെ മാപ്പ് ഇമ്പോർട്ട് 10 ലീഡ്സ് കൊടുക്കുക, ഗോറ്റ് ലീഡ്സ് കൊടുക്കുക. അത്രയും ലീഡ്സ് ഇവിടെ ആഡ് ആയി. കണ്ടോ, ഇനിയാണ് നമ്മൾ ഓരോ ലീഡ്സ് ആഡ് ചെയ്യുമ്പോഴും ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് ഓരോ ലീഡ്സിനെയും നമുക്ക് കോൺടാക്ട് ചെയ്യേണ്ട വാട്സാപ്പ്, ഇമെയിൽ, കോൾ പിച്ച്, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടെ ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ലീഡിന്റെ സ്റ്റേറ്റസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സ്റ്റാറ്റസ് ന്യൂ, ക്യൂഡ് ആണോ, കോൺടാക്ട് ആണോ, ക്വാളിഫൈഡ് ആണോ, നോട്ട് ഇൻട്രസ്റ്റ് ആണോ, ഇതൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതും ഞാൻ എല്ലാ ടൂളിലും പറയുന്ന പോലെ വി ഹാവ് ടു ഫൈൻഡ് എസ് എ ലോങ് ടേം പെർസ്പെക്റ്റീവ് ബിസിനസ്. അവരോട് സംസാരിക്കുക, നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ നോക്കുക. ഒരു നോർമൽ ഇങ്ങനത്തെ കാര്യത്തിന് ഗൂഗിൾ ഷീറ്റ് യൂസ് ചെയ്യുന്നതിന് പകരം ഇങ്ങനത്തെ ടൂൾസ് യൂസ് ചെയ്യുക. സോ ഞാൻ ഇതിന്റെ ലിങ്ക് അയക്കാം. സോ ഗിവ് ഇറ്റ് എ ട്രയൽ. എന്നിട്ട് ഈ ബിസിനസ്സിന് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സപ്പോർട്ടോ കാര്യങ്ങളോ ആണെങ്കിൽ ഡയറക്ട്ലി കോൺടാക്ട് ചെയ്യാം. ഇഫ് യു വാണ്ട് എ വെബ്സൈറ്റ്, ഇഫ് യു വാണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് തിങ്സ്, സോ കോൺടാക്ട് us. So I will share this tool link. You must try this. Give it a try. എന്തെങ്കിലും കാര്യങ്ങൾ കാണുമ്പോൾ give it a try. അത്രേ ഉള്ളൂ. പല കാര്യങ്ങളും പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഓക്കെ, so that's it. So we will make it together. We are making a community of entrepreneurs and business people. So